ഞങ്ങളെ നല്ല രീതിയിൽ പെട്ടിരിക്കുക. വള്ളം മുങ്ങിയപ്പോൾ ഞങ്ങളോർത്ത് ബിനീഷിൻ്റെ ഫോൺ മാത്രമേ കംപ്ലൈൻ്റ് ആയുള്ളൂ. എൻജിൻ കൂടെ പണി നിന്ന്, എൻജിൻ സ്റ്റാർട്ടല്ല. ഇത് എൻജിൻ്റെ സൈലൻസർ വഴിയൊക്കെ വെള്ളമൊക്കെ കയറി നൈസായിട്ടിരിക്കുക. ഇനിയിപ്പോൾ അതൊരു പണിയായി. നമുക്കെന്തായാലും ഈ വർഷം പണിയോട് പണിയാണ്, പണി കിട്ടിക്കൊണ്ടേ ഇരിക്കുക. അന്നേരം നമുക്കൊരു ബോട്ട് കിട്ടി, ഒരു ഹൗസ് ബോട്ട്. ഈ ഹൗസ് ബോട്ട് ഞങ്ങൾ എപ്പോഴും മറ്റേ ദൂരെ നിന്ന് വീഡിയോ പിടിക്കുന്നില്ലേ, തൊട്ടടുത്ത് ഹൗസ് ബോട്ടെ കെട്ടി വിരിച്ചോണ്ടിരിക്കുക. കാണിച്ചു തരാം. ഇത് കണ്ട, നമ്മളിപ്പോൾ ഇത് കണ്ട ബോട്ടിലെ യാത്രയാണ്, ഹൗസ് ബോട്ടിലെ യാത്രയെന്നും പറഞ്ഞാൽ വിനീഷൊക്കെ നിൽക്കുന്നത്. അല്ല, നൈസ് പണിയായിപ്പോയി. കുരുങ്ങൻ അവിടെ പിടിച്ചിരിക്കുക വേണ്ട. പിന്നെ നമുക്ക് ബോട്ടിൻ്റെ സൈഡ് മാത്രമേ കാണാനൊക്കത്തുള്ളതേ ഉള്ളൂ. അതാ പറഞ്ഞത്, പെട്രോൾ ലാഭം. ഇപ്പം നമ്മൾ നല്ല ദൂരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ കുറച്ച് പോളയുണ്ട് നമ്മുടെ കാറ്റി. കുറച്ച് പോളേ ഉള്ളൂ, ഞങ്ങൾ 3 പേരുണ്ട്. പോളൊക്കെ ഇന്ന് കറക്കി വെക്കാൻ പോവുക. പോളൊക്കെ ഇവിടെ താഴ്ചയുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. താഴ്ച ഉണ്ടെങ്കിൽ ഈ വാളയൊക്കെ നിൽക്കാൻ സാധ്യതയുള്ളതാണ്. നമുക്കെന്തായാലും ഈ 2025 നമുക്ക് വലിയ പ്രയോജനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ പല പരിപാടി നോക്കിയിട്ട് ഒന്നും രക്ഷപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾ 3 പേരും കൂടി ഈ പോളയ്ക്ക് നോക്കാം. പോള കാണിച്ചു തരാം. ഉണ്ടോ, ഇന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ പോള. ഇതിനൊന്ന് കറക്കി വെച്ച് നോക്കാം എന്ത് കിട്ടുന്നുണ്ടെന്ന്. ഞങ്ങൾ അവിടെ ചെന്നിട്ട് തലക്കിട്ടാവുള്ളൂ. കയറൊന്ന് വലിച്ചെടുക്കും. കയറ് കയറ് കയറ്. പള്ളയാടി കയറാൻ ഇപ്പം വേടാ. പുറത്തോട്ട് മാറ്റി പിടി. നീ എന്ത് നമ്മളിത് ഇവിടെ മൊത്തം ഫുള്ള് വല കറക്കി, അപ്പുറം ഇപ്പുറം വല കറക്കിയിട്ടുണ്ട്. ഇനിയുള്ള പണി എന്ന് പറഞ്ഞാൽ വല കോരിക്കൊള്ളിച്ച് വെച്ചുകൊണ്ട് നമ്മൾ നേരെ ഈ പോളയെല്ലാം വെട്ടി ഇറക്കണം പുറത്ത്. നമ്മളിത് ഇവിടുന്ന് വലയെല്ലാം പോളപ്പുറത്ത് കയറ്റി ഒതുക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു സൈഡിൽ നിന്ന്, ആ കാണുന്ന സൈഡിൽ നിന്ന് നമ്മളിനി ഈ പോളയെല്ലാം പതുക്കെ പുറത്തോട്ട് ഇറക്കണം. വെട്ടി പോള ഇറക്കിയിട്ട് വേണം ഈ വല അടുപ്പിച്ച് ഇറമ്പി കൊണ്ടുവരാൻ. നമ്മളിതേ ഇവിടുന്ന് ഇവിടം വരെ പണി ഒതുക്കിയപ്പം ഇടയ്ക്കൊരു സംഭവം പറ്റി. നമുക്കെന്ന് പറയുന്നത് ഇപ്പം അത്രയും തപ്പി കിട്ടിയ കേട്ടോ. ഒരു മഞ്ഞക്കൂര് ഉണ്ട്, 3 കരിമീൻ വെള്ളത്തിൽ 3 തൂളിയും നമുക്ക് 4 തൂളിയുണ്ട്. 4 തൂളിയും നമുക്ക് തപ്പി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വലയൊക്കെ ഒതുക്കി വന്നപ്പം ഞങ്ങളുടെ വള്ളം ഒന്ന് മറിഞ്ഞു പോയി. വള്ളം മറിഞ്ഞിട്ട് എൻ്റെയും വിനീഷിൻ്റെയും ഫോണെല്ലാം മുങ്ങിപ്പോയായിരുന്നു. ഞങ്ങൾ ഫോണൊക്കെ അനക്കാതെ വെച്ചിരിക്കുമായിരുന്നു. ഏകദേശം ഫോണിന് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ലെന്നല്ല, ഫോണിൻ്റെ ക്യാമറയിലൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഒരു മങ്ങൽ കാണും. നേരം ഇനി എന്തായാലും ഇനി വല കയറ്റുമ്പോഴേ ഞങ്ങൾ എടുക്കത്തുള്ളൂ. 2 പേരുടെയും ഫോൺ മുങ്ങിപ്പോയി. വള്ളം അപ്പാടെ മുങ്ങിപ്പോയി. എന്നുവെച്ചാൽ നമ്മുടെ ഈ എൻജിൻ ഇരിക്കുന്ന സൈഡ് അങ്ങോട്ട് ചരിഞ്ഞു പോയപ്പോഴേ ബാലൻസ് പിടിച്ച നേരെ അങ്ങ് മറിഞ്ഞു പോകുമായിരുന്നു. എന്തായാലും ഫോണിന് വിനീഷിൻ്റെ ഫോൺ ഓഫായി പോയി തന്നെ. എൻ്റെ ഫോൺ ഓഫായിട്ടില്ല. നമുക്ക് പറ്റുന്നത്രയും വീഡിയോ എടുക്കാം, നോക്കാം. നമ്മളിതേ വലയെല്ലാം സൈഡിൽ കൊണ്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് ഇവിടം വരെ. ഇനിയിപ്പം നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുണ്ട്. ഈ ഒരു കാടുണ്ട്, ഈ കാടിനകത്തുനിന്ന് കയറി തപ്പണം. ഇതിനകത്ത് കയറി തപ്പിയിട്ട് വേണം വല പൊക്കാനായിട്ട്. ഇവിടുന്ന് ഈ സൈഡ് ഇറമ്പ് മൊത്തം തപ്പാനുള്ള സ്ഥലമാണ്. ആ കൂടി നമ്മുടെ കല തട്ടിയത് ഒരു ചെറിയൊരു വാളച്ചാത്തി അവിടെ ചാടി. പിന്നെ തൂളിയാണ്
മൊത്തം കൈ തട്ടിയത്. എന്നെടുക്കൂടാ നീ കൂരി മഞ്ഞക്കൂരി ഒരെണ്ണം തട്ടി കൈ. മഞ്ഞക്കൂരിയാടാ, കുത്തിയെടുക്കാൻ പറ്റില്ല. മഞ്ഞക്കൂരി സെറ്റ് നോക്കി. ആണോടാ കരിമീൻ വെള്ളത്തിയ. അത് ഇടയ്ക്ക് കട്ടായി നമ്മൾ തപ്പിയെടുത്ത മഞ്ഞക്കൂരി കേട്ടോ. എടാ കല മതിക്കടാ, കട്ടായി കട്ടായി പോകുന്നുണ്ട്. നമുക്കതേ ഇപ്പോൾ തപ്പിയപ്പോൾ ഒരു 3 മഞ്ഞക്കൂരി കൂടി കിട്ടി കേട്ടോ. എന്താ 3 മഞ്ഞക്കൂരി. ആദ്യം നമുക്കൊരു മഞ്ഞക്കൂരി 2-3 കരിമീനും 3-4 തൂളിയായിരുന്നു. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഈ വല ഇനിയിപ്പോൾ സൈഡെല്ലാം തപ്പിയിട്ട് നമുക്കത് ആ കല്ലിനടയ്ക്കും അത് ഒരു 5-6 മഞ്ഞക്കൂരി കയ്യിൽ തട്ടിയിട്ട് 3 കിട്ടിയുള്ളൂ. ഒരെണ്ണം പിടിച്ചെന്നാൽ കയ്യിൽ നിന്ന് വിട്ടും പോയി. പിന്നെ അങ്ങോട്ട് പോയെന്നുണ്ടല്ലോ, എല്ലാം കൂടി ഇനി പുറത്ത് നമ്മുടെ വലക്കകത്ത് കയറിയിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈഡ് തപ്പുക, വല പൊക്കി മറിക്കുക, പോള മാറ്റുക, എന്തെങ്കിലും ഉണ്ട് തലം വിടുക. എന്തായാലും പെട്ടെന്ന് തന്നെ പരിപാടി. ഇവിടെ എന്താ വെച്ചാൽ വാള കണ്ടാണ്. സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഈ സ്ഥലത്തിനെ കുറിച്ച് അറിയാൻ മേലഞ്ഞുകൊണ്ട് ഇവിടെ പൊക്ക വരുന്നത്. ഇച്ചിരി താഴ്ചയുണ്ടെങ്കിൽ ഒരു 2 ആൾ താഴ്ചയൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. 2 ആൾ 3 ആൾ താഴ്ചയൊക്കെ എവിടെ വെച്ചാലും നമുക്ക് വാള കൺഫേം ആയിട്ട് കിട്ടണ്ട. ഒരു താഴ്ചയില്ലായിരുന്നു, പൊക്കമാണ് ഈ സ്ഥലം. പിന്നെ തൊണ്ടയിലുണ്ട് ഒരു ചെറിയൊരു വാളച്ചാത്തി ഇതിനകത്ത് കിടന്ന് ചാടുന്നുണ്ടായിരുന്നു. നോക്കാൻ തരാം ഇനി എന്ത് കിട്ടുന്നുണ്ടോ. എന്തോ വാള അയ്യോ ജസ്റ്റ് മിസ്സാ. വാളയായിരുന്നു, അങ്ങോട്ടങ്ങോട്ടാ പോയത്. ഇതാ ഒരുമാതിരി കുഴപ്പമില്ല. അതെ ഞാൻ പുതുക്കിയില്ല കയ്യെ, ഒറ്റക്കൈയിലുള്ള പരിപാടി ആയതുകൊണ്ടായിരുന്നു. അങ്ങോട്ടാ വന്ന കേട്ടോടാ. കോല് നമ്മുടെ വലയെല്ലാം മറിച്ചിട്ട് വല മറിച്ചൊക്കെ ഇട്ട് ഒരു വാളച്ചാത്തി വലക്കകത്ത് ചാടിയിട്ടുണ്ട്. ഇപ്പം മറിച്ചിട്ട് ഇനിയിപ്പോൾ ഈ വലക്കകത്ത് കിടക്കുന്ന ഈ പോള നമുക്ക് പുറത്തിറക്കണം. കയറ്. ഇവനാണ് നമ്മുടെ വള്ളം മുക്കിയത്. ഇനി എഞ്ചിൻ സ്റ്റാർട്ടാവുമെന്ന് അറിയത്തില്ല. പ്രൊപ്പല്ലർ പോവും. ആദ്യത്തെ ഒരു കൊമ്പൻ നമ്മുടെ വള്ളത്തിലോട്ട് ചാടി വീണു. ചാടിപ്പോയല്ലേ പിടിച്ചോ? എന്ത് കുഴപ്പമില്ല. നമ്മുടെ നാളുകൾക്ക് ശേഷം അതെ 2000 പൊക്കി കാണിച്ചേ. പിടിച്ചിട്ട് കാണാനും മേലെ ഉണ്ടാ. 2015 ആദ്യത്തെ കൊമ്പന ഫസ്റ്റ് മുറി എടുക്കാൻ പോവുക. താത്തിട്ടാ ചാടിപ്പോവല്ലേ. അടിവരെ ഒന്ന് മറിഞ്ഞ് വിട്ടണ മതി. ഹൈ ചെറിയ കരിമീനാണല്ലേ. ആട്ടം നമ്മുടെ ഫസ്റ്റ് മുറിയാട്ടോ. ഇതുകൊണ്ട് ഒരു കുഞ്ഞഞ്ച പാളച്ചാത്തി ഇവനെ കളഞ്ഞേക്കുക. അതെ ഒരു മഞ്ഞക്കൂരി മുറുക്കി കിട്ടിയ ഒരു മഞ്ഞക്കൂരി. ഒന്നല്ല 2 3 ഉണ്ടോ? ഇതുകൊണ്ട് അടുത്ത മഞ്ഞക്കൂരി.
ഒന്നുമില്ല. ഇല്ലൊരു കരിമീൻ വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. നമുക്ക് ഫസ്റ്റിലേ കിട്ടിയ കേട്ടോ. ഈ ഫോണാണെങ്കിൽ മുങ്ങി കൊണ്ട് എത്ര ശതമാനം കാണാൻ പറ്റുമെന്ന് പറഞ്ഞില്ല. മഞ്ഞക്കൂരി 3 നേരത്തെ കിട്ടിയതുകൊണ്ട് ഇന്നത്തെ കിട്ടിയത്. നമ്മുടെ ലാസ്റ്റ് ഭാഗം വലയാണ് കേട്ടോ. നമ്മൾ അവിടെ മുറിച്ചിട്ട് നമുക്ക് ശകലം കരിമീൻ വെള്ളത്തിൽ ആദ്യം തൊട്ടുള്ള ഒരു നല്ലൊരു വാള ഉണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു ജാത്തിയും ഇച്ചിരി മഞ്ഞക്കൂരിയും കരിമീനും ഒക്കെ ആയിട്ട് കിട്ടിയത്. ഇനിയിപ്പോൾ അടുത്ത ഇതിനകത്ത് ഒരു ചെറിയൊരു വാളച്ചാത്തി ആടുന്ന നമ്മൾ കണ്ടായിരുന്നു. അതെ, ഇതും ഒരു മുറിയാക്കി കേട്ടോ. ഇപ്പോൾ ഈ ഒരു ചെറിയൊരു പീസ് കൂടിയുണ്ട്. ഇതൊരു മുറിയാക്കി താറ്റിയെടുക്കുക. താറ്റിക്കോ പറഞ്ഞു. ഇത് വല പൊക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നു. മുള്ളു 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 ചെറുമീൻ കലം കത്തിടാൻ കാലത്തൊക്കെ വീഡിയോ നമുക്ക് ഒരു ചെറുമീനുണ്ട് കേട്ടോ. വലുതൊന്നുമല്ല, ഒരു ഇതാ ഫുള്ള് കിട്ടത്തില്ല. കുരുന്നല പിടിച്ചിരിക്കുന്ന ഒരു ചെറുമീൻ. കേട്ടോ, ഒരു നല്ലൊരു കരിമീൻ ഉണ്ടായിരുന്നു. ഏടത് ഒരു കൂട്ടത്തിൽ നല്ലൊരു കരിമീൻ കിട്ടിയത്. അത്ര വലിയ കരിമീനൊന്നുമല്ല നമുക്ക് കിട്ടിയ ഇന്നത്തെ കിട്ടിയതിൽ കൂട്ടത്തിൽ വലുതാ. നമ്മുടെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ ഇനി എടുക്കാനുള്ളത്. ഇതിനകത്ത് എന്തായാലും ഒരു വാളച്ചാത്തി ഉണ്ടായിരുന്നു, ചാടുന്നുണ്ടായിരുന്നു ആദ്യം തൊട്ട്. ഇതിനകത്തറിയാം ഇനി എന്നാ ഉണ്ടെന്ന്. അതിനുള്ള വാകയാണടാ, ചത്തുപോയില്ലേ. വലയ്ക്കകത്ത് കയറി കടിച്ചാ. അല്ല ആ ചെകളെന്ന് പറഞ്ഞു ഞാൻ ഇനി കാണിച്ചു തരാൻ പോകും. അതുകൊണ്ടോ നല്ലൊരു വാകയായിരുന്നു. അതിനാ ഷീറ്റിൻ്റെ പുറത്ത് തന്നെ ഇട്ടേക്ക്. ഇതിനകത്ത് ചവറ് കാണത്തില്ലടാ. നമ്മൾ പുല്ല് വള്ളത്തിലോട്ട് ചാടിക്കണം. അല്ല മുറിഞ്ഞു പോയ അവിടെ. ആ സൗണ്ടാണ് നമ്മൾ നേരത്തെയും കേട്ടത്. ഓക്കെ മാർക്ക് ആച്ചാരോടും ചോള എടുത്തിട്ട് കാലം ഇങ്ങോട്ട് വിളിക്കണം. അത് അവിടെ നമ്മുടെ ലാസ്റ്റ് മുറി അതിനകത്ത് വന്നിട്ട് ജാത്തി കൊണ്ട് കുറച്ച്
കരിമീൻ കാണുന്നുണ്ട്. പിന്നെ ഒരു നല്ല വാളയുണ്ട്. കരിമീനൊക്കെ കിടക്കാം. നല്ല നല്ല കരിമീൻ ഇപ്പോൾ കിട്ടിയെന്നുണ്ട്. ചിമിട്ട് തൂളിയാണല്ലോ. തൂളിയൊന്നും ഇപ്പം നമ്മൾ കളയുന്നില്ല കേട്ടോ, എല്ലാം എടുക്കുക. ചെറിയ വള്ളത്തിൽ വലിയ കൊമ്പൻ. വേണ്ട കാണിച്ചേ വേണ്ട, കുഴപ്പമില്ല. ഒരു 1.5 കിലോ ഒക്കെ വരും. തീരെ ചെറിയ കരിമീൻ വെള്ളത്തിൽ കുഞ്ഞുങ്ങളാണ്. മരയൊക്കെ നമുക്ക് രക്ഷപ്പെടുത്താം. ജെറ്റിട്ടണൊക്കെ പോയി. ആറ്റുനങ്ക്. ഓ അങ്ങനെ കടിച്ചിരിക്കുന്നു. ആറ്റുനങ്ക് ഇവിടെ ഒരു കാരിപ്പുളും തുടക്കി കിടക്കുന്നത്. അവനെ രക്ഷിക്കും. തീരെ നമ്മുടെ ലാസ്റ്റത്തെ മുറി കിട്ടിയ കേട്ടോ. ഇത്രയും മീനുണ്ട് ലാസ്റ്റത്തെ മുറിക്ക്. കുറച്ച് കരിമീനും ഒരു കുഴപ്പമില്ലാത്തൊരു വളരെ ചെറുമീനും കുറച്ച് തൂളിയൊക്കെ ആയിട്ട്. അതെ ഇന്ന് മൊത്തം കിട്ടിയ മീനാ. ഓക്കെ അതെ, ഇത് നമുക്ക് ആദ്യം തൊട്ടുള്ള മീനാണ് കേട്ടോ. തപ്പിപ്പിടിച്ചതും നമുക്ക് വലയെ കിട്ടിയതൊക്കെ ആയിട്ടുള്ള മീനാണ് ഇത്. അങ്ങനെ ഒരു കുഴപ്പമില്ലാത്തൊരു കൊമ്പനാണ്. വല തിരിച്ചത് അവിടെ ഭയങ്കര ചാടാൻ നോക്കുന്നു. നല്ല ആക്റ്റീവാ. വല മടക്കണം പൊട്ട. ഇനി എങ്ങനെയും ഇടും. കുഴപ്പമില്ല. എന്തായാലും നമ്മൾ ആറ്റി പണിത ഇതൊന്നും അല്ല കിട്ടുന്നത്. പക്ഷേ ഇത്രയും നാളും പണിതിട്ട് കിട്ടിയതിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ട പണി ഇതാ. ചെറുതായിട്ട് നമുക്ക് മാറ്റം വരുന്നുണ്ട്. വേണ്ട ഉറക്കം തൂങ്ങി അണ്ടികള്ളി പിന്നെ വേറെ എന്തൊക്കെ പേരുണ്ടോ ഇതിന്? എന്താ ഉറക്കം തൂങ്ങി കൂടുതലും. മറ്റേ എന്നാ കടലിലെ ഹമൂറിൻ്റെ കുഞ്ഞ്. നമ്മുടെ കായലിലെ ഹമൂർ എന്ന് പറഞ്ഞ കണക്ക് കറക്റ്റ് ഹമൂറിനെ കണക്ക് തന്നെയൊക്കെ ഇരിക്കുന്നത്. കണ്ടാ വാഗ. ഇത് കണ്ടാ നമ്മുടെ ഇന്നത്തെ സംഭാവന. ഇപ്പോൾ ഒരു മഞ്ഞക്കുരിയുടെ പാല് പറിച്ച് കയറി കളഞ്ഞല്ലേ. അത്യാവശ്യം കുഴപ്പമില്ല. ഇവിടെ കെട്ടഴിഞ്ഞു കൂടെ. ഇത്രയും ചാട്ടമൊക്കെ ഉള്ളു. അപ്പോഴേ നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നില്ല. നമ്മൾക്ക് ഈ കിട്ടിയ കൂടെ നമുക്കൊരു വാഗ അവിടെ കിടപ്പുണ്ട്. ഒരു ചെറിയൊരു വാഗ ഇവിടെയും കിടപ്പുണ്ട്, ചത്തുപോയത്. ഒരു വാഗ നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട്. അന്നേരം നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇപ്പം നമ്മൾ കുറച്ച് നാളത്തെ പണികളെ വെച്ച് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് നമുക്ക്.
എന്തായാലും ഇനിയും മാറ്റം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്നാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.